ഓണം മലയാളികൾ ഇങ്ങനെ ആഘോഷമായി കൊണ്ടാടുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ കാഞ്ഞിരംകുളം പെരുന്താന്നി ബ്രദേഴ്സിന്റെ ഇത്തരത്തിൽ വലിയൊരു പൂക്കളം ഒരുക്കിയിട്ടുള്ളത്, അത്തം ഒരുക്കിയിട്ടുള്ളത്. ഈ അത്തം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്തം ആണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് തന്നെയാണ് എത്തിയത്. 26 വർഷമായി ഈ പെരുന്താന്നി ബ്രദേഴ്സ് ഇത്തരത്തിൽ വലിയൊരു അത്തം ഒരുക്കുന്നുണ്ട്. എന്തായാലും നടൻ സുധീർ കരമന കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഓണമൊക്കെ എങ്ങനെയാണ്? നമസ്കാരം. ഓണം നമ്മൾ ഏറ്റവും നല്ല സന്തോഷ ദിവസങ്ങളല്ലേ. ഇന്ന് തിരുവോണവുമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പെരുന്താന്നി ബ്രദേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ പൂക്കളം, അവരിട്ട പൂക്കളം കാണാനാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 27 വർഷമായി ഇവരിവിടെ പൂക്കളം ഇടുന്നുണ്ടെന്നും ഏറ്റവും മനോഹരമായ, എനിക്കൊന്ന് ഈ താലൂക്കിലെ തന്നെ ഏറ്റവും നല്ല പൂക്കളം ഇവരുടെയാണെന്നാണ് പറയുന്നത്. പട്ടണത്തിൽ മാത്രമല്ല, പട്ടണത്തിൽ ഇങ്ങോട്ട് കുറച്ച് മാറിയാലും ഇവിടെയുമുണ്ട് അതിനേക്കാൾ നല്ല ഓണം എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലെ ഓണാഘോഷ പൂക്കള പരിപാടികൾ. വളരെ സന്തോഷമാണ്. അല്ല, നമ്മൾ കൊച്ചിലേക്ക് നമ്മളും അത്തമൊക്കെ ഇടാറുണ്ട് ഇതേപോലെ. നമ്മൾ പക്ഷേ തട്ടുകളാണ് നമ്മൾ ഇടുന്നത്. അതേപോലെ തട്ടുകൾ കാണാൻ കഴിയുന്നു. വ്യത്യസ്തമായ പൂക്കൾ കൊണ്ടുള്ള തട്ട് ഇട്ടുകൊണ്ടുള്ള അത്തമാണ്. ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ്റെ ഒരു ഓണാഘോഷം എങ്ങനെയാണ്? എൻ്റെ ആഘോഷം വളരെ കൊച്ചിലെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ പൂക്കളം ഇടാനുള്ള ആഘോഷം. ഇപ്പോൾ ഷൂട്ടിനിടയിൽ ഇന്നിപ്പോൾ തിരുവോണത്തിന് വീട്ടിൽ വന്നതാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ചു പോവേണ്ടി വരും. ഓണം എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മകളാണ്. കൂടുതൽ നമ്മൾ പഴയ കാലത്തെ ഓർമ്മകളാണ് ഓണത്തിൽ നമ്മൾ ആഘോഷത്തിൽ വരുന്നത്. നമ്മൾ മനസ്സിൽ അന്ന് ആഘോഷിച്ചിരുന്ന ഓണം എന്ന് പറയുന്ന ഓർമ്മകൾ. ഇന്ന് കുട്ടികൾക്കാണ് കൂടുതലും ഓണം ആഘോഷിക്കുന്ന. കൂടുതലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടികളും പ്രായമായവരുമാണ്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കുന്നതാണ് ഇടത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കേരളത്തിലെ ജാതിയും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായുള്ള ഒരു ആഘോഷം തന്നെയാണല്ലോ ഓണം. വളരെയധികം സന്തോഷം ഓണത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഇതിനൊപ്പം തന്നെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സംഘാടകർ, അല്ലെങ്കിൽ ഈ അത്തപ്പൂക്കളം ഒരുക്കിയ ആളുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആർട്ടിസ്റ്റാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ചേട്ടാ, എത്ര ദിവസം എടുത്തു? 12 ദിവസം എടുത്തു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പൂക്കൾ ഒരുക്കുന്നത്? നിങ്ങൾ 27 വർഷമായി ഇങ്ങനെ ഒരുക്കുന്നത്. 27ാമത്തെ വർഷമാണ്. ഇവിടുത്തെ ഇവർക്ക് ഇഷ്ടം വലുതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോയത്. എല്ലാ വർഷവും ചേട്ടൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ? 4 വർഷം, ഇത് 4ാമത്തെ വർഷമാണ്. ഇത് ഇവിടെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൊച്ചു പയ്യന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു രൂപീകരിച്ച 27 വർഷമായി ഞങ്ങൾ ഈ അത്തം തുടങ്ങിയിട്ട്. ഇപ്പം ഏകദേശം ഒരു 10 വർഷത്തോളമായി ഫേമസായി നിൽക്കുന്ന അത്തമാണിത്. എന്താ പറയുക, എല്ലാവർക്കും സന്തോഷം. എല്ലാവരും ഒരു 10-15 ദിവസം എല്ലാവരും ഒരുമിച്ച് കാണാറ്, എല്ലാവരും ജോലിക്കാരെല്ലാവരും അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങളുടെ ഈ അത്തം. മണ്ണുകൊണ്ട് തിട്ടയുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മുഴുവനായി കുത്തി എടുക്കുന്നതാണത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹരമാണ് പെരുന്താന്നി പ്രദേശത്തിന് പ്രത്യേകിച്ച്. ഓണം 27ാമത്തെ വർഷമാണ് നമ്മൾ ഈ അത്തപ്പൂ മഹോത്സവം കൊണ്ടാടുന്നത്. പെരുന്താന്നി പ്രദേശത്തിൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും നമ്മൾ നേരുന്നു. എന്തായാലും അത് തന്നെയാണ് ഇത്തരത്തിൽ ഓണപ്പൂക്കളം, അത് ഒഴിച്ചുകൂടാൻ കഴിയാത്തത് ഒന്നാണ് ഓണത്തിന്. അങ്ങനെ വലിയൊരു അത്തപ്പൂക്കളമാണ് കാഞ്ഞിരംകുളത്ത് പെരുന്താന്നി ബ്രദേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം സുലേഖ ശിവ, കൈരളി ന്യൂസ്.